ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ VEO ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് സോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഏറ്റവും ലാസ്റ്റത്തെ പാർട്ടാണ്. നമ്മൾ ഇതിനോടകം ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കംപ്ലീറ്റ് ചെയ്തു, അതുപോലെ മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ 15 ക്വസ്റ്റ്യൻസും കംപ്ലീറ്റ് ചെയ്തു. ഇനി ലാസ്റ്റുള്ള 5 ക്വസ്റ്റ്യൻസും കൂടാണ് കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് 2019-ലും 2020-ലൊക്കെ തന്നെയുള്ള എല്ലാ മാത്സ് ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാ മത്സര പരീക്ഷയ്ക്കും ഇത് ഉപകാരപ്പെടും. അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഒരാളോട് ഒരു 2 അക്ക സംഖ്യ പറയാൻ ആവശ്യപ്പെടുന്നു. അയാൾ പറയുന്ന സംഖ്യ ഒരു പൂർണ്ണ വർഗ്ഗമാകാനുള്ള സാധ്യത എത്രയാണ് എന്നുള്ളതാണ്. അപ്പോൾ 2 അക്ക സംഖ്യയാണ് പറഞ്ഞിട്ടുള്ളത്. 2 അക്ക സംഖ്യ എന്താണെന്ന് നമുക്കറിയാം. 2 അക്കങ്ങളുള്ള സംഖ്യകളൊക്കെ 2 അക്കയാണ്. അപ്പോൾ 10 മുതൽ 99 വരെയുള്ള എല്ലാ സംഖ്യകളും 2 അക്ക സംഖ്യകളാണ്. അപ്പോൾ 10 മുതൽ 99 വരെ ആകെ എത്ര സംഖ്യകളുണ്ട്? ആകെ 90 സംഖ്യകളാണുള്ളത്. 10 മുതൽ 99 വരെ ആകെ 90 സംഖ്യകളുണ്ട്. ഇനി അതിൽ എത്ര എണ്ണം പൂർണ്ണവർഗ്ഗങ്ങളാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ 3ൻ്റെ സ്ക്വയർ ആണെങ്കിൽ 9 ആണ്. അത് കഴിഞ്ഞിട്ട് വരുന്ന 4ൻ്റെ സ്ക്വയർ, 5ൻ്റെ സ്ക്വയർ, 6ൻ്റെ സ്ക്വയർ, 7ൻ്റെ സ്ക്വയറും 8ൻ്റെ സ്ക്വയറും 9ൻ്റെ സ്ക്വയറും ഒക്കെ എന്താണ്? 2 അക്ക സംഖ്യകളാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞത് 4ൻ്റെ സ്ക്വയർ 5, 6, 7, 8, 9 എന്നീ സംഖ്യകളുടെ സ്ക്വയേഴ്സ് വർഗ്ഗങ്ങളൊക്കെ പൂർണ്ണവർഗ്ഗങ്ങളാണ് അല്ലേ? അപ്പോൾ ആകെ 6 എണ്ണം ഉള്ളത്, 6 പൂർണ്ണവർഗ്ഗങ്ങളാണ് ഉള്ളത്. അത്രയും സംഖ്യകളാണ് 2 അക്കമായിട്ട് വരുന്നത്. പിന്നെ 10ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 100 അത് 3 അക്ക സംഖ്യയായി. അപ്പോൾ ആകെ 6 സംഖ്യകളുണ്ട് പൂർണ്ണവർഗ്ഗമായിട്ട്. മൊത്തമുള്ള സംഖ്യകളുടെ എണ്ണം 90 ആണ്. അപ്പോൾ 6/90 ആയിരിക്കും നമ്മുടെ ഈ ചോദ്യത്തിൻ്റെ ആൻസർ. അപ്പോൾ ഇതാണ് കറക്റ്റായിട്ട് ആൻസർ ഉള്ളത്, 6/90. ഓക്കെ, ഇനി ഇതേ ചോദ്യത്തിന് വേണമെങ്കിൽ അവർക്ക് ഈ നമ്പേഴ്സിനെ 3 കൊണ്ടൊക്കെ ഹരിക്കുമായിരുന്നു. 3 കൊണ്ട് ഹരിക്കുകയായിരുന്നെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 2/30 എന്ന് കിട്ടുമായിരുന്നു. പിന്നെയും വേണമെങ്കിൽ ചെറുതാക്കി എന്താവും? 1/15 എന്നൊക്കെ ഇവർക്ക് എഴുതാമായിരുന്നു. അപ്പോൾ ഈ ചോദ്യത്തിൽ അവർ കൊടുത്ത ആൻസർ 6/90 ആണ്. ഇനി ഇതൊക്കെ ഇതിൻ്റെ ആൻസേഴ്സ് തന്നെയാണ്. 2/30, 1/15 ഒക്കെ ഇതിൻ്റെ ആൻസേഴ്സ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഒരു കോഡ് ഭാഷയിൽ 20 എന്നത് 863985 എന്നും 11 എന്നത് 323039 എന്നും എഴുതിയിരിക്കുന്നു. എങ്കിൽ 12 എന്നത് എങ്ങനെ എഴുതാം എന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ ഈ നിന്ന് നോക്കാം, കോഡ് എങ്ങനെയാണ് വന്നതെന്നൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. നിങ്ങൾക്ക് എന്തായിരിക്കും ആൻസർ എന്ന് ജസ്റ്റ് ഒന്ന് മൈൻഡ് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ 11 എന്ന നമ്പേഴ്സ് നോക്കുകയാണെങ്കിൽ 11 നമ്മളവിടെ തന്നെ 3 തവണ വരുന്നുണ്ട്. അതുപോലെ നമ്മൾ കോഡിൽ നോക്കുകയാണെങ്കിൽ 3 എന്ന് പറഞ്ഞ സംഖ്യ 3 തവണ വരുന്നുണ്ട്. ഇവിടെ വന്നിട്ടുള്ള ഇടവിട്ടിട്ട് ആണ് അല്ലേ? മൊത്തത്തിൽ ഈ കഴിഞ്ഞാൽ L കഴിഞ്ഞാൽ E, അത് കഴിഞ്ഞാൽ V, അത് കഴിഞ്ഞിട്ട് വീണ്ടും E. അതേപോലെ ഇവിടെ 3 വന്നതും അതുപോലെ തന്നെയാണ്. അൾട്ടർനേറ്റ് ആയിട്ട് 3, 2, വീണ്ടും 3, 0, വീണ്ടും 3 അങ്ങനെയാണ് വന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് E എന്ന് പറഞ്ഞ അക്ഷരത്തിന്, E എന്ന് പറഞ്ഞ ലെറ്ററിന് കറസ്പോൺസ് ആയിട്ട് ഇവിടെ വന്ന നമ്പേഴ്സാണ് 3. അപ്പോൾ ഓരോ ലെറ്ററിനും ഓരോ നമ്പേഴ്സായിട്ട് കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ Eക്ക് സമം 3 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മുടെ ഓപ്ഷനിൽ നോക്കുകയാണെങ്കിൽ 12-ൽ വരുന്നത് അവസാനത്തെ അക്ഷരം E ആണ്. അപ്പോൾ അവസാനത്തെ അക്ഷരം അക്കം എന്തായിരിക്കണം? കോഡിലുള്ളത് 3 ആയിരിക്കണം. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ എല്ലാത്തിൻ്റെയും കോഡിൻ്റെ അവസാനത്തെ അക്കം 3 ആണ്. ഇനി 12 തന്നെ മൂന്നാമത്തെ അക്കം, മൂന്നാമത്തെ അക്ഷരം എന്ന് പറയുന്നത് 3 ആണ്. അതുപോലെ നമ്മളെ കോഡിൽ നോക്കുകയാണെങ്കിലും എല്ലാത്തിൻ്റെയും മൂന്നാമത്തെ അക്കം വരുന്നത് 3 ആണ്. അപ്പോൾ 3 വെച്ച് മാത്രം നമുക്കത് സോൾവ് ചെയ്യാൻ കഴിയില്ല. പിന്നെ നോക്കേണ്ടത് 12 എന്ന് പറയുമ്പോൾ ടി എന്ന് പറഞ്ഞതിൻ്റെ കോഡ് എന്താണെന്ന് നോക്കാം. അതറിയാൻ ഇവിടെ 20 എന്ന് എഴുതിയാൽ ടീൻ്റെ കോഡ് 8 ആണ്. അങ്ങനെ നോക്കുകയാണെങ്കിലും ആദ്യത്തെ അക്കം വരുന്നത് എല്ലാത്തിൻ്റെതും 8 ആണ്. അതുകൊണ്ട് നമുക്കത് സോൾവ് ചെയ്യാൻ കഴിയില്ല. ഇനി അതുപോലെ നോക്കാം, നമുക്ക് മൊത്തത്തിൽ 12 എങ്ങനെ എഴുതാമെന്നുള്ളതാണ് നോക്കുന്നത്. ഇപ്പോൾ 12-ന് W വേണ്ട കോഡ് എന്താണെന്ന് നോക്കാം. TW, 20-ൽ W ഉണ്ട്, അത് നോക്കുമ്പോൾ 6 ആണ്. അങ്ങനെ നോക്കുമ്പോൾ അതും ഒരേപോലെ തന്നെയാണ് വരുന്നത്. പിന്നെ നമുക്ക് മാറ്റമായിട്ട് വരുന്നത് ഇതിലേതാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ 8, 6, 3 വരെ എല്ലാ കോഡിൻ്റെയും സെയിം ആണ്. ഇനി അടുത്ത അക്കമാണ് മാറ്റം ഉണ്ടായിരുന്നത്, അതും 3 ആണ് പല കോഡിലുള്ളത്. പിന്നെ അതിൻ്റെ അടുത്ത അക്കം മാറ്റമുണ്ട്. 4ാമത്തെ അക്കം ചിലത് 5 ഉണ്ട്. ഓപ്ഷൻ ബി ആണെങ്കിൽ 4ാമത്തെ അക്കം 9 ആണ്.
ഓപ്ഷൻ സിയിൽ നാലാമത്തെ അക്കം 2 ആണ്, ഓപ്ഷൻ ഡിയിൽ നാലാമത്തെ അക്കം 0 ആണ്. അങ്ങനെയാണെങ്കിൽ നാലാമത്തെ അക്കമായിട്ട് ഇവിടെ വരുന്നത് 12 എന്ന് പറയുമ്പോൾ L ആണ് വരുന്നത്. എല്ലിൻ്റെ കറക്റ്റ് കോഡ് നമ്പർ ഏതാണെന്നുള്ളത് കണ്ടുപിടിച്ചാൽ മതി. എല്ലിൻ്റെ കോഡ് നമുക്ക് 11ൽ നിന്ന് കണ്ടുപിടിക്കാം. 2 ആണ് എല്ലിന് പറ്റിയ കോഡുള്ളത്. അപ്പോൾ നാലാമത്തെ അക്കം 2 ആയിട്ടുള്ളതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ, അടുത്ത ചോദ്യം ബ്ലഡ് റിലേഷനുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. പറഞ്ഞിട്ടുള്ളത് ഗണേഷിൻ്റെ അച്ഛൻ രാധികയുടെ സഹോദരനാണ് എങ്കിൽ രാധിക ഗണേഷിൻ്റെ ആരായിരിക്കും എന്നാണ് ചോദ്യം. അപ്പോൾ ഈ ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു ഫിഗർ വരച്ച് നോക്കുകയാണെങ്കിൽ അത് വളരെ നന്നായിരിക്കും. ഇപ്പോൾ നമ്മൾ ഗണേഷിൻ്റെ അച്ഛൻ എന്ന് പറയുന്നു. അപ്പോൾ ഗണേഷ് ഞാൻ വരച്ചു, ഇതാണ് ഗണേഷ്. ഗണേഷിൻ്റെ അച്ഛൻ എന്ന് പറയുമ്പോൾ ഇവിടെ വരും ഗണേഷിൻ്റെ അച്ഛൻ, ഇതാണ് ഗണേഷിൻ്റെ അച്ഛൻ. ഓക്കെ, ഗണേഷിൻ്റെ അച്ഛൻ രാധികയുടെ സഹോദരനാണ്. അപ്പോൾ രാധിക ഇവിടെ വരുന്നു. രാധികയുടെ സഹോദരനാണ് ഗണേഷിൻ്റെ അച്ഛൻ. ഇനി പറയുന്നത് എങ്കിൽ രാധിക ഗണേഷിൻ്റെ ആരായിരിക്കും? അച്ഛൻ്റെ സഹോദരി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഗണേഷിൻ്റെ ആരായിരിക്കും? അമ്മായി ആയിട്ടാണ് വരുന്നത്, അമ്മായി. ചോദ്യമാണ്. സമയം 3:30 ക്ലോക്കിലെ സൂചികൾക്കിടയിലെ കോൺ എത്ര ഡിഗ്രി ആയിരിക്കും എന്നാണ് ചോദ്യം. 3:30 എന്ന് പറയുമ്പോൾ മിനിറ്റ് സൂചി കറക്റ്റ് 6ന് മുകളിലായിരിക്കും. അതേപോലെ 3:30 എന്നാണ് പറഞ്ഞത്. അപ്പോൾ കറക്റ്റ് 3ൻ്റെ മുകളിലായിരിക്കില്ല. എങ്ങനെ ആയിരിക്കില്ല മണിക്കൂർ സൂചി ഉണ്ടാവുക, കുറച്ചിങ്ങോട്ട് മാറിയിട്ട് 3ൻ്റെയും 4ൻ്റെയും കറക്റ്റ് സെൻട്രലായിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് കറക്റ്റ് ഇത് 3ൻ്റെ മുകളിലും ഇത് കറക്റ്റ് 6ൻ്റെ മുകളിലും ആയിരുന്നെങ്കിൽ കോണളവ് ഉണ്ടാവുക 90 ഡിഗ്രി ആയിരുന്നു. പക്ഷേ എന്തല്ല, മണിക്കൂർ സൂചി 30 മിനിറ്റ് ആയതുകൊണ്ട് പകുതി ഭാഗം ഇങ്ങോട്ട് മാറിയിട്ടുണ്ട് അല്ലേ, 3നും 4നും ഇടയിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത് കറക്റ്റ് 90 ഡിഗ്രി ആയിരുന്നു. അപ്പോൾ 90-നേക്കാൾ കുറവാണ് നമ്മുടെ ആൻസർ. അപ്പോൾ ഓപ്ഷൻ എ അല്ല ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി 90-നേക്കാൾ എത്ര കുറവാണ് എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അതായത് 3നും 4നും ഇടയിലുള്ള ആകെ കോണളവ് എന്ന് പറയുന്നത് 30 ഡിഗ്രി ആയിരിക്കും അല്ലേ. 3നും 4നും ഇടയിൽ 30 ഡിഗ്രി, അതായത് 2 ഡിജിറ്റുകൾക്കിടയിലുള്ള കോണളവ് 30 ഡിഗ്രി ആയിരിക്കും ഉണ്ടാവുക. അതേപോലെ 3നും 4നും ഇടയിൽ 30, 4നും 5നും ഇടയിൽ 30, 5നും 6നും ഇടയിൽ വീണ്ടും 30. അങ്ങനെയാണ് ഇവിടെ 90 ഡിഗ്രി ടോട്ടലായിട്ട് വന്നത്. അപ്പോൾ ആകെ 30 ഡിഗ്രിയാണ്. ഇതിപ്പോൾ പകുതി ഡിഗ്രിയിലാണുള്ളത് അല്ലേ. 30ൻ്റെ പകുതി 15 ഡിഗ്രി മാറിയാണ് നിൽക്കുന്നത്. അപ്പോൾ 90 15 കുറച്ചാൽ നമ്മുടെ ആൻസറായി 75 ഡിഗ്രി എന്നുള്ളതാണ് നമ്മുടെ ആൻസർ. ഇത് നമുക്ക് ഇക്വേഷൻ യൂസ് ചെയ്തും അല്ലാതൊക്കെ സോൾവ് ചെയ്യാം. ഇങ്ങനെ ചിന്തിച്ച് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ എളുപ്പത്തിൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യം നോക്കാം. ഉള്ളൊരു ചോദ്യമായിരുന്നു. കാരണം ഇത് ചോദ്യം വന്നിട്ടുള്ളത് സ്കൂൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. ചോദ്യം ഇതാണ്. 30 മിഠായി കുറേ കുട്ടികൾക്ക് വീതിച്ചു കൊടുത്തു. കൂട്ടത്തിലെ ഒരു മിടുക്കൻ പറഞ്ഞു, നമ്മളിൽ ഒരാൾ കുറവായിരുന്നുവെങ്കിൽ എല്ലാവർക്കും ഒരു മിഠായി കൂടി കൂടുതൽ കിട്ടുമായിരുന്നു. നിലവിൽ കൂട്ടത്തിൽ എത്ര കുട്ടികളാണ് ഉള്ളത് എന്നാണ് ചോദ്യം. എത്ര കുട്ടികളാണ് ഉള്ളത് എന്നാണ് ചോദ്യം. 30 മിഠായിയാണ് ഉള്ളത് എന്ന് പറഞ്ഞു. 30 ആണുള്ളത്. അത് എല്ലാവർക്കും വീതിച്ചു കൊടുത്തതാണ്. അപ്പോൾ കൂട്ടത്തിൽ ഒരാൾ പറയാണ്, നമ്മളിൽ ഒരാൾ കുറവായിരുന്നെങ്കിൽ എല്ലാവർക്കും ഒരു മിഠായി കൂടി കൂടുതൽ കിട്ടുമായിരുന്നു. അപ്പോൾ നമുക്ക് ജസ്റ്റ് അത് ഒന്ന് ഓപ്ഷനിലേക്ക് നോക്കുമ്പോൾ തന്നെ നമുക്കത് കറക്റ്റായിട്ട് മനസ്സിലാവും. കാരണം 30നെ 5 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ആൻസർ 6 എന്നാണ്. അതേപോലെ 30നെ 6 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ആൻസർ 5 ആണ്. അപ്പോൾ ഇപ്പോൾ ഓൾറെഡി ഉള്ളത് 6 കുട്ടികളായിരിക്കണം. 30നെ നമ്മൾ 6 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നത് 5 മിഠായി അല്ലേ. 6 കുട്ടികളാണെങ്കിൽ ഓരോ കുട്ടിക്കും കിട്ടുന്നത് 5 മിഠായി വീതമായിരിക്കും. എന്നാൽ ഒരാൾ കുറവാണെങ്കിൽ, അതായത് 6ന്ന് ഒരാൾ കുറവാണ്, 5 കുട്ടികളെ ഉള്ളെങ്കിൽ ഓരോരുത്തർക്കും കിട്ടുന്നത് 6 വീതവുമായിരിക്കും. ഇതാണ് 2 കണ്ടീഷൻ. അപ്പോൾ നമ്മുടെ ചോദ്യം നോക്കാം. നിലവിൽ കൂട്ടത്തിൽ എത്ര കുട്ടികളാണുള്ളത്? നിലവിൽ കൂട്ടത്തിലുള്ളത് 6 കുട്ടികളാണ്. അപ്പോൾ എല്ലാവർക്കും 5 വീതം കിട്ടും. 6ന് പകരം 5 കുട്ടിയായിരുന്നു ഉള്ളതെങ്കിൽ എല്ലാവർക്കും 6 വീതം കിട്ടുമായിരുന്നു. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഉപകാരപ്പെടുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ഷെയർ ചെയ്യാനും കൂടെ ശ്രമിക്കാം. അപ്പോൾ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക് യു.